ഹായ്, ഇന്നിവിടെ കേരള ലോ എൻട്രൻസ് എക്സാമിനേഷന് ഉറപ്പായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക് എന്നുള്ള സെലക്ടഡ് ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമുക്കൊരു മിക്സ്ചർ ഓഫ് മിൽക്ക് ആൻഡ് വാട്ടർ തന്നിട്ടുണ്ട്. അത് 45 ലിറ്റർ ആണെന്നും പറഞ്ഞിട്ടുണ്ട്. മിൽക്കും വാട്ടറും തമ്മിലുള്ള റേഷ്യോ 2:1 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ആ റേഷ്യോ യൂസ് ചെയ്തിട്ട് മിൽക്കിന്റെ ക്വാണ്ടിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാം. മിൽക്കിന്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് ടോട്ടൽ 3 ലിറ്റർ ആണെങ്കിൽ 2/3 ഓഫ് 45 ആണ് വരുന്നത്. അത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 30 ലിറ്റർ എന്ന് കിട്ടും. സോ നമ്മുടെ കയ്യിൽ 30 ലിറ്റർ മിൽക്ക് ഉണ്ടെങ്കിൽ ബാക്കി വാട്ടർ ആയിരിക്കും. അപ്പൊ 15 ലിറ്റർ ആയിരിക്കും വാട്ടർ വരുന്നത്. ഇനി പറഞ്ഞിരിക്കുന്നത് ഇതിനകത്തേക്ക് കുറച്ച് വാട്ടർ ആഡ് ചെയ്തു. അപ്പോൾ ഈ റേഷ്യോ മിൽക്കും മിക്സ്ചറും തമ്മിലുള്ള റേഷ്യോ 1:2 ആയി മാറി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മിൽക്കിന്റെ ക്വാണ്ടിറ്റിയിൽ ചേഞ്ചസ് ഒന്നുമില്ല, വാട്ടർ ആണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അപ്പോൾ റേഷ്യോ 1:2 എന്ന് പറഞ്ഞാൽ അത് മീൻ ചെയ്യുന്നത് മിൽക്കിന്റെ ക്വാണ്ടിറ്റി എത്രയാണോ അതിന്റെ ഡബിൾ ആയിരിക്കും വാട്ടറിന്റെ ക്വാണ്ടിറ്റി. മിൽക്കിന്റെ ക്വാണ്ടിറ്റി നേരത്തെ ഉള്ളത് 30 ലിറ്റർ ആണ്. അപ്പൊ അതിന്റെ ഡബിൾ ആയിരിക്കും വാട്ടറിന്റെ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ 60 ലിറ്റർ ആയിരിക്കും വാട്ടർ. ഓൾറെഡി നമ്മുടെ കയ്യിൽ 15 ലിറ്റർ ആണ് വാട്ടർ ഉള്ളത്. അപ്പൊ 60 ലിറ്റർ ആക്കണമെങ്കിൽ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 45 ലിറ്റർ ആയിരിക്കും നമ്മൾ ആഡ് ചെയ്യേണ്ടത്. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഒരു ക്വസ്റ്റ്യനില് ഇതിന്റെ സാലറി ഫസ്റ്റ് 10% റെഡ്യൂസ് ചെയ്തു, എഗെയിൻ ദ സെയിം സാലറി 10% റെഡ്യൂസ് ചെയ്ത സാലറി 10% ഇൻക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഒറിജിനൽ സാലറി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ന്യൂ സാലറിയിലുള്ള വേരിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ 10% ഡിക്രീസ് ചെയ്തു, 10% ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ തിരിച്ച് 10% ഇൻക്രീസ് ചെയ്തിട്ട് 10% ഡിക്രീസ് ചെയ്യുക, അങ്ങനെ പറയുന്ന കേസസിൽ ചേഞ്ച് എന്ന് പറയുന്നത് ഓൾവേസ് ലോസ് ആയിരിക്കും അല്ലെങ്കിൽ ലെസ് ആയിരിക്കും. ഇവിടെ വരുന്നത് അത് പെർസെൻറ്റേജ് എത്രയാണോ 10 ആണ് പറഞ്ഞതെങ്കിൽ 10² / 100 കാൽക്കുലേറ്റ് ചെയ്താൽ മതി. 10² / 100 എന്ന് പറഞ്ഞാൽ 1% ആണ്. ആ 1% ഈ ഒരു കേസിൽ ലെസ് ആയിരിക്കും. സോ ഡയറക്ട്ലി നിങ്ങൾക്ക് അതിന് ആൻസർ ചെയ്യാം 1% ലെസ് എന്നുള്ളത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് സക്സസീവ് ഡിസ്കൗണ്ട്സ് പറഞ്ഞിട്ടുണ്ട് 10%ഉം 20%ഉം. സക്സസീവ് ഡിസ്കൗണ്ട് 2250 സക്സസീവ് ഡിസ്കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ സെല്ലിംഗ് പ്രൈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. സക്സസീവ് ഡിസ്കൗണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം 10% ആണെങ്കിൽ നമ്മൾ 90% ഓഫ് 2250 ആണ് നമുക്ക് വരുന്ന വാല്യൂ. എഗെയിൻ ഒരു 20% എന്ന് പറയുമ്പോൾ എഗെയിൻ 20% റിഡക്ഷൻ എന്ന് പറഞ്ഞാൽ 80% ഓഫ് ഈ ഒരു വാല്യൂ ആയിരിക്കും നമ്മൾ സെല്ലിംഗ് പ്രൈസ് ആയിട്ട് വരുന്നത്. സോ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 80/100 ഇൻറ്റു 90/100 ഇൻറ്റു 2250 ആണ് വരുന്നത്. ഓക്കെ, എഗെയിൻ നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ 9 × 4 × 45. സോ 9 × 4 × 45 എന്ന് പറയുമ്പോൾ 180 × 9, ദാറ്റ് ഇസ് 1620 ആണ്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ 3 മെന്നും 7 വിമനും ഒരു ടാസ്ക് 10 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യും. അതേ ടാസ്ക് 4 മെന്നും 6 വിമനും 8 ഡേയ്സ് കൊണ്ട് ഫിനിഷ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ 10 വിമൻ എത്ര ദിവസം കൊണ്ട് അത് ഫിനിഷ് ചെയ്യും എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നമുക്ക് ആദ്യം പറഞ്ഞിരിക്കുന്നതെന്ന് 3 വിമൻ ആൻഡ് 7 വിമൻ 10 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന സെയിം വർക്കാണ് 4 മെന്നും 6 വിമനും 8 ഡേയ്സ് കൊണ്ട് ചെയ്യുന്നത്. അപ്പൊ നമുക്കത് കമ്പയർ ചെയ്യാം. 3 മെൻ അതുപോലെ 7 വിമൻ 10 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന വർക്ക് എന്തിന് ഈക്വൽ ആണ്? 4 മെന്നും 6 വിമനും 8 ഡേയ്സ് കൊണ്ട് ചെയ്യുന്ന വർക്കിന് ഈക്വൽ ആണ്. ഇത് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തുനിന്ന് മെന്നും വിമനും തമ്മിലുള്ള റിലേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 30 - 32 -2m = -22 വിമൻ എന്ന് കിട്ടും. അതായത് മെൻ ഇസ് ഈക്വൽ ടു 11 വിമൻ, 1 മെൻ ഇസ് ഈക്വൽ ടു 11 വിമൻ എന്നുള്ള ഒരു റിലേഷൻ ആണ് നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു റിലേഷനകത്ത് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. നമുക്കറിയാവുന്നതിൽ നമ്മളിപ്പോ സപ്പോസ് 4 മെന്നും 6 വിമനും ഒരു വർക്ക് ചെയ്യാൻ എത്ര ഡേയ്സ് എന്നാ പറഞ്ഞിരിക്കുന്നത്? 8 ഡേയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് നമുക്ക് 1 മെൻ ഇസ് ഈക്വൽ ടു 11 വിമൻ ആണ്. സോ 4 × 11 വിമൻ പ്ലസ് 6 വിമൻ ഇവർ ചെയ്യുന്നതാണ് 8 ഡേയ്സ് കൊണ്ട്. അതായത് 44 + 6 50 വിമൻ 8 ഡേയ്സ് കൊണ്ടാണ് ആ വർക്ക് ഫിനിഷ് ചെയ്യുന്നത്. 50 വിമനാണ് ഒരു വർക്ക് ചെയ്യാൻ 8 ഡേയ്സ് വേണ്ടത്. അപ്പൊ നമ്മളോട് ചോദിച്ചത് 10 വിമൻ ആണ്. അപ്പൊ 50 വിമന്റെ
10 വിമൻ ആവുക എന്ന് പറഞ്ഞാൽ അതിന്റെ 1/5 ആയിട്ട് മാറുന്നുണ്ട് നമ്പർ. നമ്പർ 1/5 ആവുക എന്ന് പറഞ്ഞാൽ ഡേയ്സ് എന്താവും? ആൾക്കാരുടെ നമ്പർ കുറയുന്നതിനനുസരിച്ച് വർക്ക് ചെയ്യാൻ എടുക്കുന്ന ഡേയ്സ് കൂടിക്കൊണ്ടിരിക്കും. അപ്പം 1/5 ഓഫ് ദ 50 ആണ് നമുക്ക് 10 ആയിട്ട് മാറ്റാൻ വേണ്ടി ചെയ്യേണ്ടത്. അപ്പം ഡേയ്സും അതുപോലെ എന്തായി മാറും? അത്രയും ടൈംസ് ആയിട്ട് മാറും. സോ 10 വിമൻ എടുക്കുന്നത് 8 into 5 40 ഡേയ്സ് ആണ് ആ വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്നത്. നോക്കണം, 50 വിമൻ ആകുമ്പോൾ 8 ഡേയ്സ്. നമുക്കിവിടെ 10 വിമൻ ആവുക എന്ന് പറഞ്ഞാൽ വിമന്റെ നമ്പർ 1/5 ആയിട്ട് കുറയും. അപ്പൊ എത്രയായിട്ടാണോ കുറയുന്നത് അത്രയും ടൈംസ് ആയിട്ട് തന്നെ ഡേയ്സ് അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പൊ 50/5 ആണ് 10 എങ്കിൽ അപ്പുറത്ത് നമ്മൾ 8 into 5 ആണ് ചെയ്യേണ്ടത്. സോ 40 ഡേയ്സ് ആണ് ഒരു 10 വിമൻസിന് ആ ഒരു വർക്ക് ഫിനിഷ് ചെയ്യാൻ എടുക്കുന്ന ടൈം. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു 500 മീറ്റർ ലോങ് ട്രെയിൻ ഉണ്ട്. അത് റൺ ചെയ്യുന്ന സ്പീഡ് നമുക്ക് തന്നിട്ടുണ്ട് 100 മീറ്റർ പെർ സെക്കൻഡ് ആണെന്ന്. അപ്പൊ നമുക്കൊരു ട്രെയിൻ ഉണ്ട്. സപ്പോസ് ഇതാണ് നമ്മുടെ ട്രെയിനിന്റെ ലെങ്ത് 500 മീറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ട്രെയിൻ ഒരു ടണൽ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ടണൽ ക്രോസ് ചെയ്ത് കഴിയാൻ എടുക്കുന്ന ടൈം ആണ് നമുക്ക് തന്നിരിക്കുന്നത് 10 സെക്കൻഡ് എന്ന്. അപ്പോൾ ടോട്ടലി ഈ ട്രെയിൻ ടണൽ ക്രോസ് ചെയ്യണമെങ്കിൽ ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ട്രെയിനിന്റെ ഡിസ്റ്റൻസും ടണലിന്റെ ഡിസ്റ്റൻസും കൂടെ ആഡ് ചെയ്തതാണ് ടോട്ടൽ ഡിസ്റ്റൻസ്. ഇപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന സ്പീഡ് നോക്കിയേ. ആ ട്രെയിനിന്റെ റണ്ണിങ് സ്പീഡ് 100 മീറ്റർ പെർ സെക്കൻഡ് ആണ് എന്ന് വെച്ചാൽ ഒരു സെക്കൻഡിൽ ആ ട്രെയിൻ 100 മീറ്റർ ട്രാവൽ ചെയ്യും. ഇവിടെ ആ ടണൽ ക്രോസ് ചെയ്യാതെ എടുത്തിരിക്കുന്ന ടൈം എത്രയാണ്? 10 സെക്കൻഡ് ആണ്. അപ്പൊ 10 സെക്കൻഡ് കൊണ്ട് ആ ട്രെയിൻ എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യും? 10 into 100. സോ ആ ട്രെയിൻ ടണൽ ക്രോസ് ചെയ്യാൻ ടോട്ടലി ട്രാവൽ ചെയ്യുന്ന ഡിസ്റ്റൻസ് 1000 മീറ്റർ ആണ്. അതിനകത്ത് ഓൾറെഡി 500 മീറ്റർ എന്നുള്ളത് ട്രെയിനിന്റെ ലെങ്ത് ആണ്. അപ്പൊ ആ ട്രാവൽ ചെയ്തതിൽ ബാക്കിയിരിക്കുന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ടണലിന്റെ ലെങ്ത് ആണ്. സോ 1000 - 500 ചെയ്യുമ്പോൾ നമുക്ക് ടണലിന്റെ ഡിസ്റ്റൻസ് 500 മീറ്റർ എന്ന് കിട്ടും. ഈ ഒരു ക്ലാസ്സിൽ 45 സ്റ്റുഡൻസ് ഉണ്ട്. അതിൽ 20 ഗേൾസ് ആണ്, ബാക്കി 25 ബോയ്സും ആണ്. 20 ഗേൾസിന്റെ ആവറേജ് മാർക്ക് 42 ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. അതുപോലെ ക്ലാസ് ആവറേജ് 36 ആണെന്നും പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ബോയ്സിന്റെ ആവറേജ് മാർക്കാണ്. ബോയ്സിന്റെ ആവറേജ് മാർക്ക് കാണണമെങ്കിൽ നമുക്ക് ബോയ്സിന്റെ ടോട്ടൽ മാർക്ക് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ബോയ്സ്. നമ്പർ ഓഫ് ബോയ്സ് 25 ആണെന്ന് നമുക്കറിയാം. ഇനി ആ 25 ബോയ്സിന്റെ ടോട്ടൽ മാർക്സ് ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അതിന് നമുക്കിവിടെ തന്നിരിക്കുന്നത് ഓൾറെഡി നമുക്ക് 45 സ്റ്റുഡൻസ് ആണ് ടോട്ടൽ ക്ലാസ് എങ്കിൽ ആ ആവറേജ് അറിയാമെങ്കിൽ ആ 45 സ്റ്റുഡൻസിന്റെയും കൂടെ ടോട്ടൽ മാർക്ക് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. 45 into 36 ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹോൾ ക്ലാസിന്റെ ടോട്ടൽ മാർക്ക് കിട്ടും. അതിനകത്തുനിന്ന് ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് സബ്ട്രാക്ട് ചെയ്താൽ നമുക്ക് ബോയ്സിന്റെ മാർക്ക് കിട്ടും. അതിന് ഗേൾസിന്റെ നമ്പർ നമുക്കറിയാം 20 ആണെന്ന്, ഗേൾസിന്റെ ആവറേജ് മാർക്ക് 42 ആണെന്നും തന്നിട്ടുണ്ട്. അത് ടോട്ടൽ മാർക്ക് കാണാം. ഗേൾസിന്റെ ടോട്ടൽ മാർക്ക് 20 into 42 ആണ്. ഇത് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബോയ്സിന്റെ ടോട്ടൽ മാർക്കാണ്. അതിനെ നമ്മൾ ബോയ്സിന്റെ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ബോയ്സിന്റെ നമ്പർ എന്ന് പറയുന്നത് 25 ആണ്. ഇത് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ ഫൈൻഡ് ഔട്ട് ചെയ്യാം. നിങ്ങൾക്ക് വേണമെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇല്ലെങ്കിൽ 45 എന്ന് പറഞ്ഞാൽ നമുക്ക് 9 into 5 ആണ്, 36 6 into 6 ആണ്, മൈനസ് ഇവിടെ 25 into 4 into 7 into 6 ആണ്. ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് 5 ഉള്ളതുകൊണ്ട് നമുക്കങ്ങ് 5 ക്യാൻസൽ ചെയ്യാം. ഇനി ബാക്കി വരുന്നത് നമുക്ക് റീഅറേഞ്ച് ചെയ്യാം. 6 times 9 into 6 54 മൈനസ് 28 ഡിവൈഡഡ് ബൈ 5 ആണ് വരുന്നത്. സോ 6 times 26/5 വരും. 26/5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി 5.2 ആണ്. സോ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 31.20 എന്ന ആൻസർ വരും. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ക്വസ്റ്റ്യനിൽ ഒരു നമ്പർ 10% ഇൻക്രീസ് ചെയ്തു, എന്നിട്ട് ആ ഇൻക്രീസ് ചെയ്ത നമ്പറിനെ 20% ഡിക്രീസ് ചെയ്തു. നെറ്റ് എഫക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അത് എത്ര പെർസെൻറ്റേജ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സപ്പോസ് നമുക്ക് 100 ആണ് നമ്മുടെ നമ്പർ എന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ 10% ഇൻക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് എത്രയായി മാറും? 110 ആയിട്ട് മാറും. ഇനി ഈ 110ന് 20% ഡിക്രീസ് ചെയ്തു എന്ന് പറഞ്ഞാൽ അതിന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 20% ഡിക്രീസ് ചെയ്താൽ 80% ഓഫ് 110 ആയിരിക്കും നമ്മുടെ നമ്പർ. ദാറ്റ് മീൻസ് 80/100 into 110 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 88 എന്നാണ്. അതായത് ഇനീഷ്യലി നമ്മൾ 100 ആയിരുന്ന സാധനം 88 ആയിട്ടാണ് നെറ്റ് എഫക്റ്റ് വരുന്നത്. ദാറ്റ് മീൻസ് ഇവിടെ എത്രയാണ് റിഡക്ഷൻ വരുന്നത്? 100 88 ആയെന്ന് പറഞ്ഞാൽ 12 ആണ് ഡിക്രീസ് ചെയ്യുന്നത്. 12% ഡിക്രീസ് ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഇവിടെ ഇതൊരു സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ ക്വസ്റ്റ്യൻ ആണ്.
സം ഓഫ് മണി അറ്റ് സിമ്പിൾ ഇൻട്രസ്റ്റ് അമൗണ്ട്സ് ടു 403 ഇൻ 3 ഇയേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റും തന്നിട്ടുണ്ട്. നമുക്കറിയാം സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ കേസിൽ എമൗണ്ട് എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പൽ പ്ലസ് 3 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് ആഡ് ചെയ്തതാണ്. ഇവിടെ നമുക്ക് എമൗണ്ട് തന്നിട്ടുണ്ട് 403 എന്നുള്ളത്, പ്രിൻസിപ്പൽ നമുക്ക് അറിയില്ല, അതാണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പി പ്ലസ് 3 ഇയേഴ്സിനുള്ള ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പി ഇൻറ്റു ആർ ഇൻറ്റു ടി ബൈ 100 ആണ്. പി എന്നുള്ളത് അറിയില്ല, അതുപോലെ എഴുതാം. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 10 എന്നുള്ളത്, ടി എന്നുള്ളത് 3 ഇയേഴ്സ് ആണ് ബൈ 100. അതായത് നമുക്ക് പി പ്ലസ് 3p ബൈ 10. ഇത് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ 10 ഇൻറ്റു പി 10p പ്ലസ് 3p 13p ബൈ 10 ആണ് 403 എന്ന് വന്നത്. 403 എന്നുള്ളത് 13ന്റെ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് ഡിവൈഡ് ചെയ്യുവാണെങ്കിൽ 13ൽ 3 ടൈംസ് 39 31 എന്ന് കിട്ടും. ഓർ പി ഈസ് ഈക്വൽ ടു എന്ത് വരും? 31 ഇൻറ്റു 10 310 എന്ന് കിട്ടും. അപ്പൊ നമ്മുടെ സം എന്ന് പറയുന്നത് 310 ആണ്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. ഈ ഒരു ഏരിയാസ്, അതായത് ടൈം ആൻഡ് വർക്ക്, സ്പീഡ്, ഡിസ്റ്റൻസ്, സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ആവറേജ്, റേഷ്യോ, ഇതിനകത്ത് നിന്നൊക്കെ ഷുവർ ആയിട്ടും നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ CLE 2024 എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഈ ഏരിയാസ് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യാം.